സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സീരിയല് ഞാൻ കാണുന്നത്. ഓട്ടോഗ്രാഫ് കഴിഞ്ഞു, SH-ലായിരുന്നു. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഏത് ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് തുടങ്ങിയത്? ഈ എന്താ പറയുക 6ാം ക്ലാസ്സിൽ ക്ലാസ് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സീരിയല്. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്കൂൾ പിള്ളേരുടെ കഥയാണ്. അപ്പൊ ആ ഇൻസ്പിറേഷൻ എന്താന്ന് വെച്ചാൽ എങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഇതെല്ലാം ഈ സീരിയലാണ് പഠിപ്പിച്ചിരുന്നത്. അതെ. അതുപോലത്തെ ഏതെങ്കിലും ഒരു മറുപടി പറയുന്നു. 30 വർഷത്തിന് മുമ്പ് പ്രിയങ്കയും അതേപോലെ തന്നെ ബീന ആന്റണിയും ഒക്കെ ഈ സീരിയൽ രംഗത്തേക്ക് വന്നപ്പോ അവര് നല്ല രീതിയിൽ ഒരു കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സീരിയലുകളിൽ അഭിനയിച്ചവരാണ്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? നല്ല സന്ദേശം ഇല്ല. നല്ല സന്ദേശം ഈ 6ാം ക്ലാസ്സിൽ പഠിച്ച കാലം പോയി. 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഇപ്പോഴുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് കാണാറുണ്ടോ? ഇപ്പോഴുള്ളത് കാണാറുണ്ടോ? ഏതാ കാണുന്നേ? ഇപ്പോഴത്തെ സീരിയൽ ഏതാ കാണുന്നേ? ഇപ്പോഴുള്ളത് കാണുന്നില്ല. ഇപ്പോഴുള്ളത് കണ്ടാൽ എന്റെ കുഞ്ഞാൻ നിന്റെ ഉള്ള ബുദ്ധി വിദ്യാർത്ഥി പേടിപ്പിക്കരുത്. അല്ല, അന്നത്തെ കാലം മാറി. സീരിയലിനെ മാത്രം കുറ്റം പറയണ്ട. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മുഴുവൻ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്. സീരിയൽ കണ്ടിട്ട് മാത്രമാണോ വഴിതെറ്റുന്നത്? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വഴി തെറ്റാനുള്ള എല്ലാ മാർഗവും ഒരു മൊബൈലിലുണ്ട്. അവരവര് തീരുമാനിക്കണം ഞാൻ വഴി തെറ്റണോ. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതുകൊണ്ട് സീരിയൽ എന്തും കാണിക്കാമോ? സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് കൊച്ചു പിള്ളേര് തമ്മിൽ തല്ലി 2 or 3 കുട്ടികൾ എല്ലാരും കൂടെ അടി കൂടണുണ്ട്. ഇത് ഏത് സീരിയലാണ് ഇങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? പെണ്ണു മാഡം, ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം പറയാം. ഈ സോഷ്യൽ മീഡിയ മോശമാണെന്നും പറഞ്ഞ് സീരിയൽ എല്ലാം നല്ലതാണെന്ന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? തെറ്റായിട്ട് തന്നെ കാണണം. സോഷ്യൽ മീഡിയയിലും തെറ്റുണ്ട്, സോഷ്യൽ മീഡിയയിലും തെറ്റുണ്ട്. സീരിയലിലെ തെറ്റിനെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇതിനകത്ത് പ്രണയങ്ങൾ, സന്ദേശങ്ങൾ തെറ്റായി കൈമാറുന്നവരാണ്. ഇവിടെ കേരളത്തിൽ 3.5 കോടിയിലധികം ജനങ്ങളുണ്ട്. 3.5 കോടിയിലധികം ജനങ്ങളുണ്ടെന്ന കണക്ക്. അതിൽ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നത് ദൈവതുല്യരാ, ഈശ്വരാനുഗ്രഹമുള്ള കലാകാരന്മാരാണ്. അത് ഞാൻ കൈയടിച്ചു. അതില്